ഇരുമ്പൻ പുളി കഴിച്ചിട്ടുണ്ടോ? ഓർക്കുമ്പോൾ തന്നെ ആ പുളിരുചി വായിൽ വെള്ളം മുറിക്കുന്നുണ്ടല്ലേ. ഒരു ജിലേബി കഴിച്ചാലോ? ഹാ, എന്താ മധുരം! ലോകത്ത് അങ്ങനെ എന്തുമാത്രം രുചികളാണല്ലേ. മധുരം, എരിവ്, പുളി, കയ്പ്, എന്തിനേറെ പറയുന്നു, നമ്മുടെ പച്ചവെള്ളത്തിന് വരെ രുചിയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സൈനൈഡിന്റെ രുചി എന്തായിരിക്കും? ഒരു തരി അകത്തു പോയാൽ തട്ടിപ്പോകുന്ന കൊടും വിഷമായ സൈനൈഡിന്റെ രുചിയെക്കുറിച്ചാണ്. അതിന്റെ രുചി പറഞ്ഞു തരാൻ അത് കഴിച്ചു നോക്കിയ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല അല്ലേ. സൈനൈഡ് കണ്ടുപിടിച്ച നാൾ മുതൽക്ക് അതിന്റെ രുചി എന്തായിരിക്കും എന്ന കൗതുകമുണ്ട് മനുഷ്യന്. എന്നാൽ 15 വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ സൈനൈഡ് രുചിച്ചു നോക്കിക്കൊണ്ട് തന്നെ അതിന് ഉത്തരം നൽകി. ആ ഉത്തരം നൽകിയ ആൾ മറ്റാരുമല്ല, ഒരു മലയാളിയാണ്. എറണാകുളത്തുകാരനായ സ്വർണ്ണപ്പണിക്കാരൻ MP പ്രസാദാണ് ആ ആൾ. തന്റെ ആത്മഹത്യ കൊണ്ട് ശാസ്ത്രലോകത്തിന് തന്നെ വലിയൊരു സംഭാവന നൽകിയാണ് പ്രസാദ് ഭൂമിയിൽ നിന്നും മറഞ്ഞുപോയത്. പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഒരു ചരിത്ര രേഖയായി മാറി. മരിക്കുന്നതിന് മുൻപ് കൊടും വിഷത്തിന്റെ രുചി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെക്കുകയായിരുന്നു പ്രസാദ്. ഇന്നത്തെ പോലെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും ഒന്നും അന്ന് സജീവമല്ലാതിരുന്നിട്ടും പ്രസാദിന്റെ അനുഭവം ലോകമാധ്യമങ്ങളിൽ വാർത്തയായി. വർഷങ്ങൾക്കിപ്പുറം പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ഒരു നോവലിലെ വരികളായി മാറി. 15 വർഷങ്ങൾക്ക് ശേഷം പ്രസാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് ലോക ശ്രദ്ധ നേടിയത് 2021 ബുക്കർ പ്രൈസിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ചിലിയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലെബറ്ററ്റിസിന്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് എന്ന നോൺ ഫിക്ഷൻ നോവലിലെ ആദ്യ ഭാഗത്താണ്. പ്രസാദ് നൽകിയ വിവരത്തിന്റെ കെട്ടഴിക്കുന്നത് ഇവിടെയാണ്. എറണാകുളം കാക്കനാട് സ്വദേശിയായിരുന്നു പ്രസാദ്. സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരു +2കാരൻ. സ്വർണ്ണപ്പണിയായിരുന്നു ഇദ്ദേഹത്തിന്റെ തൊഴിൽ. ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടെ അദ്ദേഹം ലക്ഷങ്ങൾ കടം വാങ്ങി. അദ്ദേഹം ഗോൾഡൻ ജ്വല്ലറി വർക്ക്സ് എന്ന കടയും ആരംഭിച്ചു. ജീവിതം അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മാർബിൾ തൊഴിലാളികളെന്ന് പരിചയപ്പെടുത്തിയ രാജസ്ഥാനിലെ 2 പേർ പ്രസാദിന്റെ സ്വർണ്ണക്കടയിൽ എത്തുന്നത്. സ്വർണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവർ ലക്ഷങ്ങളുടെ സ്വർണം പണയം നൽകി പ്രസാദിനെ വഞ്ചിച്ചു. പ്രതികൾക്കെതിരെ പരാതി നൽകിയെങ്കിലും പ്രസാദ് മാനസികമായി തകർന്നു പോയിരുന്നു. ബന്ധുക്കൾ സഹായിച്ചെങ്കിലും പ്രസാദിന് കരകയറാനായില്ല. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അതിന് കൊടും വിഷമായ സൈനൈഡ് തന്നെ വാങ്ങി. സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് തന്നെ സൈനൈഡ് വാങ്ങാനുള്ള ലൈസൻസും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഇനിയാണ് കഥ തുടങ്ങുന്നത്. 2006 ജൂൺ 17 4 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് പാലക്കാടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പ്രസാദ് തന്റെ ജീവിതം അവസാനിപ്പിച്ചു. എൻ്റെ പേര് പ്രസാദ്, ഞാനൊരു സ്വർണ്ണ പണിക്കാരനാണ് എന്ന വരികളിലൂടെയാണ് ആത്മഹത്യാക്കുറിപ്പിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത്. ആദ്യത്തെ പേജിൽ സാമ്പത്തിക നില തകർന്നതിന്റെ കഥകൾ, 2ാം പേജിൽ അച്ഛനോടും അമ്മയോടുമുള്ള കുറിപ്പ്, 3ാം പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പ്. അത് പൂർത്തിയാക്കിയിട്ടില്ല. പകരം അടുത്ത പേജിൽ സൈനൈഡ് ഉപയോഗിച്ചതിന്റെ അനുഭവമാണ് അദ്ദേഹം എഴുതിയത്. ഡോക്ടർമാരോട് എന്ന നിലയിലാണ് അയാൾ തന്റെ അനുഭവം എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയായിരുന്നു ആ വാക്കുകൾ: ഡോക്ടേഴ്സ്, പൊട്ടാസ്യം സൈനൈഡ്, അതിന്റെ രുചി ഞാൻ അറിഞ്ഞു. വളരെ പതുക്കെ, സ്റ്റാർട്ടിങ് വളരെ പുകച്ചിലാണ്. നാക്കെല്ലാം എരിയും, ഹാർഡാണ്, നല്ല ചവർപ്പുമുണ്ട്. കത്ത് പൂർത്തിയാക്കാൻ തനിക്ക് കഴിയില്ല എന്ന ചിന്തയോ തനിക്ക് മാത്രം മനസ്സിലായ രുചിയുടെ പ്രാധാന്യമോ ഓർമ്മ വന്നതിനാലാവണം ആ യുവാവ് തന്നെ കൊണ്ടാകുന്ന വിധം ആ രഹസ്യം വെളിപ്പെടുത്തിയത്. പിന്നീടുള്ള വരികളിൽ ആ യുവാവ് തനിക്ക് പറ്റിയ അബദ്ധത്തെക്കുറിച്ചാണ് എഴുതിയത്. എനിക്കൊരു അബദ്ധം പറ്റി. എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ സൈനൈഡ് മദ്യത്തിൽ ഇട്ടുവച്ച ശേഷം പേന കൊണ്ട് അതിനെ ഇളക്കി ലയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് അലിഞ്ഞില്ല. എന്നാൽ അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തുകൾ എഴുതി. എന്തോ ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് പേന നാക്കിൽ മുട്ടിച്ചു. പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു ഇത് എഴുതി തീരുന്നതുവരെ. എഴുത്തിനിടെ പേനയുടെ അറ്റം കടിക്കുന്ന സ്വഭാവമുള്ള ആളാണ് പ്രസാദ് എന്ന് അദ്ദേഹത്തിന്റെ അമ്മ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ PB ഗുജ്റാൾ കണ്ടെത്തിയത് പ്രസാദ് നേരിട്ട് സൈനൈഡ് കുടിച്ചിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഉപയോഗിച്ച പേനയിലൂടെ 1 മുതൽ 2 മില്ലിഗ്രാം വരെ സൈനൈഡാണ് ആകെ ശരീരത്തിൽ കടന്നത്. അതിന്റെ ചൂടേറിയ ചവർപ്പാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. പ്രസാദ് ഇന്ന് ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് മരണത്തിനപ്പുറം ശാസ്ത്രത്തിനായൊരു സംഭാവന നൽകിയ വ്യക്തിയായാണ്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമ്പോഴും ശാസ്ത്രലോകത്തിനായി ഒരു മുതൽക്കൂട്ട് നൽകാൻ ഉറച്ച ആ മനുഷ്യന് ഇരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്.